ഒരു ഇന്ത്യൻ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ അത് മതിയാകില്ലെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നു. വർഷങ്ങളായി ഏറ്റവും വിശ്വാസ്യതയുള്ള രേഖയായി കരുതിയിരുന്ന പാസ്പോർട്ടിനെ കുറിച്ചുള്ള ഈ വിശദീകരണം രാജ്യത്ത് വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു വിശദീകരണം വന്നത്? ഇതിന് പിന്നിലെ നിയമം എന്താണ്? സാധാരണക്കാരനെ ഇതെങ്ങനെ ബാധിക്കും? കഴിഞ്ഞ ദിവസമാണ് വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് ഒരു വിശദീകരണം നൽകിയത്. അതിൽ പറഞ്ഞത് വളരെ വ്യക്തമായിരുന്നു. പാസ്പോർട്ട് ഒരു യാത്രാരേഖയാണ്, അത് ഇന്ത്യൻ പൗരത്വത്തിന്റെ അന്തിമ തെളിവല്ല. ഈ ഒരു വാചകമാണ് വലിയ വിവാദങ്ങൾക്ക് കാരണമായത്. കാരണം സാധാരണ ഇന്ത്യക്കാരന്റെ മനസ്സിൽ പാസ്പോർട്ട് എന്നത് സർക്കാർ എല്ലാ പരിശോധനകളും നടത്തി നൽകിയ ഏറ്റവും വിശ്വസനീയമായ രേഖയാണ്. വിദേശത്തേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ പേരിൽ നമ്മെ പ്രതിനിധീകരിക്കുന്ന രേഖ. അങ്ങനെ ഒരു രേഖ തന്നെ പൗരത്വത്തിന്റെ അന്തിമ തെളിവല്ലെന്ന് സർക്കാർ പറയുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ ഉയരുന്നു. ഇവിടെയാണ് മറ്റൊരു വൈരുദ്ധ്യം ചർച്ചയാകുന്നത്. ഒരു വശത്ത് വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് പൗരത്വത്തിന് തെളിവല്ലെന്ന് പറയുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്താണ്? വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അംഗീകൃത രേഖകളിൽ ഒന്നാണ് പാസ്പോർട്ട്. വോട്ട് ചെയ്യാൻ ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പോൾ പാസ്പോർട്ട് പൗരത്വത്തിന്റെ തെളിവല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് അതിനെ അംഗീകരിക്കുന്നത്? ഇതുതന്നെയാണ് വിമർശകർ ഉയർത്തുന്ന പ്രധാന ചോദ്യം. ഇനി നിയമപരമായ വശം നോക്കാം. സാങ്കേതികമായി സർക്കാർ പറയുന്നത് തെറ്റല്ല. കാരണം പാസ്പോർട്ട് നൽകുന്നത് പാസ്പോർട്ട് ആക്ട് പ്രകാരമാണ്. എന്നാൽ പൗരത്വം നിർണ്ണയിക്കുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രകാരമാണ്. അതായത് നിയമപരമായി ഇവ രണ്ടും വ്യത്യസ്തമാണ്. കോടതികളിലും നേരത്തെ ഇത്തരമൊരു നിലപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ പറയുന്നത് നിയമത്തിന്റെ ഭാഷയിലാണ്. പക്ഷേ ജനങ്ങൾ വർഷങ്ങളായി മനസ്സിലാക്കിയ രീതിയുമായി അത് പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ വിവാദം. ഈ പശ്ചാത്തലത്തിൽ നിരവധി നിരീക്ഷകർ ഒരു വലിയ ചോദ്യം ചോദിക്കുന്നു. ഇപ്പോൾ എന്തിനാണ് ഈ വിശദീകരണം? പാസ്പോർട്ട് സേവാ ദിനം വർഷങ്ങളായി ആചരിക്കുന്നു. മുമ്പൊരിക്കലും ഇത്തരമൊരു പരാമർശം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മാത്രം എന്തുകൊണ്ട്? ഈ ചോദ്യമാണ് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ചില വിശകലനങ്ങൾ പറയുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ അസ്സാമിലെ NRC അനുഭവമുണ്ടെന്നാണ്. അസ്സാമിൽ പൗരത്വം തെളിക്കുന്ന പ്രക്രിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ രേഖകളിലെ ചെറിയ പിഴവുകൾ കാരണം വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ, പേരിലെ അക്ഷര വ്യത്യാസങ്ങൾ, പഴയ രേഖകളിലെ പിശകുകൾ, ഇതെല്ലാം സാധാരണക്കാരെ നിയമക്കുരുക്കിലാക്കി. അതിനുശേഷമാണ് ഇന്ത്യയിൽ പൗരത്വം തെളിയിക്കുന്ന രേഖകളെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ ശക്തമായത്. ഇന്ത്യയിൽ എല്ലാവർക്കും ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് 1970 മുൻപ് ജനിച്ച കോടിക്കണക്കിന് ആളുകൾക്ക് ഔദ്യോഗിക ജനന രേഖകൾ ലഭ്യമല്ല. പലരുടെ പേരുകൾ സ്കൂൾ സർട്ടിഫിക്കറ്റിലും ഭൂമിരേഖകളും വോട്ടർ പട്ടികയിലും വ്യത്യസ്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ രേഖയെ അന്തിമ തെളിവായി പ്രഖ്യാപിക്കുന്നത് സർക്കാരിനും എളുപ്പമല്ലെന്നാണ് ചിലരുടെ വിലയിരുത്തൽ. ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മൗനവും ചർച്ചയാവുകയാണ്. പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രധാന നയങ്ങൾ നടപ്പാക്കുന്ന മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയമാണ്. എന്നാൽ ഇതുവരെ വ്യക്തമായ വിശദീകരണം അവിടെ നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ആശയക്കുഴപ്പം തുടരുകയാണെന്ന് പല നിരീക്ഷകരുടെയും അഭിപ്രായം. ഇതിനിടെ പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തി. പാസ്പോർട്ടിനെ കുറിച്ചുള്ള ഈ വിശദീകരണം ജനങ്ങളിൽ അനാവശ്യ ഭയം സൃഷ്ടിക്കുകയാണെന്നും നിയമത്തിൽ വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ട് പ്രതികരണങ്ങൾ ഉയർന്നു. ചിലർ പാസ്പോർട്ടിനെയും ആധാറിനെയും പൗരത്വത്തിന്റെ വ്യക്തമായ തെളിവായി നിയമപരമായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സർക്കാരിന്റെ വാദം മറ്റൊന്നാണ്. ഈ നിലപാട് പുതിയതല്ല. മുമ്പ് മുതൽ നിയമപരമായി പാസ്പോർട്ട് ഒരു യാത്രാരേഖ മാത്രമാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ വീണ്ടും വ്യക്തത വരുത്തിയതാണെന്ന് കേന്ദ്രത്തിന്റെ വിശദീകരണം. അപ്പോൾ ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. ഒരു വ്യക്തിക്ക് സർക്കാർ പാസ്പോർട്ട് നൽകുന്ന മുമ്പ് പോലീസ് പരിശോധനയും വിലാസ പരിശോധനയും വിവിധ രേഖകളുടെ പരിശോധനയും നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു രേഖ പോലും പൗരത്വത്തിന്റെ അന്തിമ തെളിവല്ലെങ്കിൽ ഒരു സാധാരണ ഇന്ത്യൻ തന്റെ പൗരത്വം തെളിയിക്കാൻ ആശ്രയിക്കേണ്ട രേഖ ഏതാണ്? ഇതിന് വ്യക്തമായ മറുപടി സർക്കാർ ഇനിയും നൽകിയിട്ടില്ലെന്നാണ് ഈ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. നിയമത്തിന്റെ ഭാഷയും ജനങ്ങളുടെ വിശ്വാസവും തമ്മിലുള്ള ഈ വിടവ് എങ്ങനെ നികത്തുമെന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്.